ഹായ് എവ്രി വൺ. ഇന്ന് ചെറുപ്പക്കാരിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, കുളിച്ചു തേട്ടലൊക്കെ. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്നല്ലേ? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക, ഭക്ഷണം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, നല്ല രീതിക്ക് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ഭക്ഷണവും വെള്ളം കുടിക്കുന്നതും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളത് ഇത്തരക്കാർക്ക് നല്ലതാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ഭക്ഷണം കഴിച്ച ഉടനെ കുനിയുന്ന ജോലികളോ അല്ലെങ്കിൽ കിടക്കുക ചെയ്യാണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ അത്താഴം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ശീലങ്ങളാണെങ്കിൽ മിനിമം ഒരു ഫുഡ് കഴിച്ചൊരു 2 hour കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ എരിവും പുളിയും ഉള്ള അച്ചാർ, ഓവർ പുളിയുള്ള കാര്യങ്ങൾ ഒക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാം. വറുത്തത്, പൊരിച്ചത്, പാക്കറ്റ് ഫുഡ്സ് ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ്, എപ്പോഴും നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യമാണ് അരവയറാണ് ഉത്തമെന്ന്. അതായത് ഫുൾ മീൽസ് ഉള്ളത് കൺട്രോൾ ചെയ്യുക. എപ്പോഴും കുറച്ച് സ്പേസെങ്കിലും വയറിൽ ഒഴിച്ചിടേണ്ടതാണ്. പുകവലിയുടെയോ മദ്യപാനത്തിൻ്റെയോ ശീലമുള്ളവരാണെങ്കിൽ നിർബന്ധമായും അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കക്കോള, സോഡ ഇതൊക്കെ നിരന്തരം കഴിക്കുന്നവരാണെങ്കിൽ അതും കൺട്രോൾ ചെയ്ത് വരുന്നതിലൂടെ നിങ്ങളുടെ അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ റിലീഫ് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രോബയോട്ടിക്കുകൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയ കുറച്ചും കൂടെ എളുപ്പമാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുളിയില്ലാത്ത കട്ടത്തൈര്, യോഗേർട്ട്, മോര് ഇതൊക്കെ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് പുളിച്ചുതേട്ടലൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും തല കുറച്ച് പൊക്കിയിട്ട്, അതായത് ഒരു തലയണ വെക്കുന്നതിന് പകരം ഒരു 2 തലയണയൊക്കെ വെച്ച് കുറച്ച് നേരം ഫുഡ് കഴിച്ച് ഉടനെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും ഈ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ സിവിയർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ അൾസറിൻ്റെ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് കറക്റ്റ് സമയത്ത് തിരിച്ചറിയുകയും പ്രോപ്പറായ രീതിയിൽ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. GERD, അതായത് ഗ്യാസ്ട്രിക് ഈസോഫാജിൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ കേസിലാണെങ്കിലും അൾസറിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് പാർശ്വഫലരഹിതമായ രീതിയിൽ തന്നെ ഈ ബുദ്ധിമുട്ടുകളെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇന്നും മുതൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബൈ.